മനസ്സിനുണ്ടാകുന്ന സങ്കടങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതിനെ എങ്ങനെ പരിഹരിക്കാം? ആദ്യം ആലോചിക്കണം സങ്കടങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നതെന്ന്. സങ്കടങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് എന്തൊക്കെയോ ആവശ്യമുണ്ടെന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ വെക്കുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാതെ വരുമ്പോൾ, പുറത്ത് മനസ്സിന് പുറത്ത്, അതായത് പ്രകൃതിയിൽ, മനുഷ്യരിൽ ഇടപെടുമ്പോൾ സംഭവിക്കുന്ന ഒരു വികാരത്തിൻ്റെ അംശങ്ങളാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറുകയും അത് ദുഃഖത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം പഠിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സെന്താണെന്നുള്ളത്. മനസ്സെന്ന് പറഞ്ഞത് ദുഃഖത്തെ യാതൊരു കാരണവശാലും ഉള്ളിൽ വയ്ക്കാൻ കഴിയില്ല. ഉള്ളിലിരിക്കാത്ത, അതായത് മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെയിനിനുള്ളിൽ, തലച്ചോറിനുള്ളിൽ ഇരിക്കില്ല. സങ്കടങ്ങൾ ഇരിക്കില്ല, ആവശ്യമില്ല. ഈ മനുഷ്യനെന്ന ജീവിക്ക് സങ്കടം ആവശ്യമില്ല, നിരാശ ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പുറത്തു പോകേണ്ടതാണ്, അകത്തിരിക്കുകയാണ്. കാലങ്ങളായിട്ട് നമ്മൾ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് ഓർത്തുകൊണ്ടിരുന്ന് വീണ്ടും 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 അത് ഓർത്ത് ആ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്നു. ഇത് ഉള്ളിൽ വേണ്ട, ആവശ്യമില്ല, പുറത്ത് പോകേണ്ടതാണ്. ഇതാണ് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെന്ത് ചെയ്യാമെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ പുറത്ത് കാണുന്ന വ്യക്തിയാണ് ഇതിനെല്ലാം പ്രശ്നമെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുക എന്നുള്ളതാണ്. മനസ്സ് ശാന്തമായി ഇരിക്കുക എന്ന് പറയുന്നത് എളുപ്പ വഴിയല്ല. അതിന് കഠിനമായ ഒരു ശ്രമം ആവശ്യമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് ഈ പ്രശ്നങ്ങളെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. ഈ നടവഴികളുണ്ട്, ഇതുപോലെ തിരിച്ചറിവിൻ്റെ നടവഴികൾ. അതുവഴി നടന്നു പോകുമ്പോൾ, മുകളിലോട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ മാത്രമേ നമുക്കറിയാൻ കഴിയൂ നമ്മുടെ പ്രശ്നം നമ്മുടെ ഉള്ളിലാണെന്ന്. പുറത്ത് കാണുന്ന വിഷയങ്ങൾ, മനുഷ്യരുണ്ടാക്കി വച്ചിരിക്കുന്ന പ്രശ്നങ്ങളോ ഏത് തരത്തിലതിനെ വായിക്കാം. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് അത് അതേ സ്ഥിതിയിലിരിക്കും. മറ്റുള്ളവരുടെ രൂപങ്ങൾ, നാമരൂപങ്ങൾ, അതിൻ്റെ പ്രൊജക്ഷൻ നമ്മുടെ ഉള്ളിൽ അങ്ങ് തങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിയാണ് പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് നമ്മൾ ചിന്തിക്കും. ഈ ദുഃഖത്തിനെല്ലാം കാരണം അവനവൻ തന്നെയാണ്. അവനവൻ്റെ ആഗ്രഹങ്ങളാണ് ഈ ദുഃഖത്തിനെല്ലാം കാരണം. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജനിച്ചു ജീവിച്ചു പോകണം. അതാണ് ഇതിൻ്റെ ബേസ്. ഒരു സമയത്ത് നമ്മൾ പോകണം. ജനിച്ചു, ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, സമയമാകുമ്പം പോകണം, ശരിയാണ്. അതുവരെ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് എന്തുമാത്രം ആവശ്യങ്ങളുണ്ട്. നമുക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ എത്രമാത്രം ഉണ്ടാവും, അതിന് എങ്ങനെയാണ് നമ്മൾ സമാധാനപരമായി അതിന് പണമുണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ സന്തോഷത്തോടെ പണമുണ്ടാക്കി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, നമുക്ക് ശക്തി ഉണ്ടായിരിക്കണം ഇതിനകത്തൂടെ, ഈ തീക്കകത്തൂടെ പോകുവാനായിട്ട്. അവിടെയാണ് നമ്മളെ സാധന ഗുണം ചെയ്യുന്നത്. സാധന എന്ന് പറഞ്ഞാൽ യോഗ പ്രാക്ടീസ്, നേച്ചുറോപ്പതിയുടെ ചിട്ടകൾ, ഇങ്ങനെ ഈ ഒരു മനസ്സിലാക്കൽ, അറിവുകൾ ഏറ്റവും കുറഞ്ഞ് നമ്മൾ സൈക്കോളജി എങ്കിലും പഠിച്ചിരിക്കണം, ഈവൻ സയൻസ് എങ്കിലും പഠിച്ചിരിക്കണം. നമ്മുടെ ശരീരത്തിനുള്ളിലെ അവയവങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ആവശ്യം എന്താണ്, ഈ തരത്തിലുള്ള അറിവ് നമ്മൾ ഏറ്റവും കുറഞ്ഞ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിനെക്കുറിച്ച് പഠിക്കുക, നമ്മൾ ചിന്തകൾ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കുക, ചിന്തകൾ എന്തിനാണ് ഇങ്ങനെ വരുന്നതെന്ന് നോക്കുക. ഇങ്ങനെയുള്ള കാര്യം, ഇതൊക്കെ ജനറലായിട്ട് ഞാൻ പറയുന്നതാണ്, എൻ്റെ അനുഭവങ്ങളാണ്, ഞാൻ മനസ്സിലാക്കി പഠിച്ചു വന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. എവിടെ നമുക്കൊരു അലൈൻമെൻറ്റ് കിട്ടും, ചിട്ടവട്ടങ്ങൾ കിട്ടും. എവിടെ ഉപയോഗിച്ചാൽ, പ്രവർത്തിപ്പിച്ചാൽ അത് നമുക്ക് ഗുണമായി തീരും, മറ്റൊരാൾക്കും ഗുണമായി തീരും എന്നുള്ളതാണ് ഞാനീ പറയുന്നത്. അപ്പം ആലോചിച്ച് നോക്കുക.